ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ ചാനൽ. അന്നേരം റെനോൾട്ടിൻ്റെ തന്നെ 2025 മോഡലിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ വണ്ടിയാണ് ട്രൈബർ 4 വേരിയൻറ്റ് വരുന്നുണ്ട്. 7 സീറ്ററാണ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 15 വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 182 mm ആണ് വരുന്നത്. ട്രാൻസ്മിഷൻ 2 ടൈപ്പാണ്. ഒന്ന് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. വൈറ്റ് കൺസോളിൻ്റെ അവിടെ ചെറിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. 2 സാധനമൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വൈറ്റ് സീറ്റാണ് വരുന്നത് ഫുള്ളും. പിന്നെ ഡാഷ്ബോർഡിൽ ഫുള്ളും ഒരു ക്രീം കളറിലാണ് വരുന്നത്. AC വെൻ്റെ എല്ലാം ഒരു ഡിസൈൻ വരുന്നുണ്ട്. ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ് വരുന്നത്. രണ്ടാമത്തെ ഡോറ് തുറന്നാൽ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ട്രൈബർ 4 വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് അലോയ്സ് വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്ന മോഡലിനാണ് അലോയ് വരുന്നത്. ബാക്ക് വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രൈബർ എന്ന് പറഞ്ഞൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ചെറിയൊരു സ്കിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. സ്കിപ്പ് ലൈറ്റിൻ്റെ അകത്തൊരു ഇൻഡിക്കേറ്റർ, ചുമലൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററും പോട്ടെ റിഫ്ലക്ടർ വരുന്നുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് മൊത്തം പുതിയ മോഡലായതുകൊണ്ട് LED ആണ് വരുന്നത് ഫുള്ളും. ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസേ ഉള്ളു. 7 സീറ്റർ ആയതുകൊണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ആ പുറയിലത്തെ 2 സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും. ബാഗ് കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ടാക്സിക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സെൻട്രൽ ഭാഗത്തോട്ട് പോകുമ്പോൾ 2 AC വെൻ്റ് വരുന്നുണ്ട്. ഒരു സെൻട്രൽ AC ആണ് വരുന്നത്. 6 എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക്. ട്രൈബർ എവല്യൂഷനിൽ 6 എയർ ബാഗാണ് വരുന്നത്. ഒരെണ്ണം വരുന്നത് നമ്മുടെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവറും 2 എണ്ണം. പിന്നെ പാസഞ്ചർ സൈഡ് പുറകിൽ വരുന്നത്, സെൻട്രിൽ വരുന്നത്. പിന്നെ ഏറ്റവും പുറയിൽ ബാക്കിലാണ് 2 എണ്ണം വരുന്നത്. അങ്ങനെ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. എല്ലാ സൈഡിലും ഹാൻഡിൽസ് വരുന്നുണ്ട്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.